ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് റിക്കർഷൻ ആണ്. ഓക്കെ, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് റിക്കർഷൻ. We have been throughout using a recursion procedure in which xj is regarded as the input and xj-1 as the output for the jth stage. xj ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ xj-1 ഒബ്റ്റെയിൻ ചെയ്യുകയായിരുന്നു ഇതുവരെ ചെയ്തതിൽ. The stage returns are expressed as the functions of the stage inputs and recursive and will proceed from stage 1 to stage n. The procedure is called backward recursion because അപ്പോൾ സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് എന്നിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവിടെ xj കൊടുത്തു കഴിഞ്ഞാൽ അതിലും കുറവായിട്ടുള്ളത് xj-1 ആണ് കിട്ടുക. അപ്പോൾ xj കൊടുത്തു കഴിഞ്ഞാൽ xj-1 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് റിക്കർഷൻ വിളിക്കുക. ബിക്കോസ് ദ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഈസ് ഓഫ് ദ ടൈപ്പ് xj-1 is equal to tj of xj-uj. അപ്പോൾ മുന്നേ ഉള്ളത് xj-uj അതിൻ്റെ ഫംഗ്ഷനായിട്ടാണ് xj-1 വരിക. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ബാക്ക്വേർഡ് റിക്കർഷൻ വിളിക്കുക. ബാക്ക്വേർഡ് റിക്കർഷൻ ഈസ് കൺവീനിയൻറ്റ് വെൻ ദ പ്രോബ്ലം ഇൻവോൾവ്സ് ഒപ്റ്റിമാലിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗിവൺ ഇൻപുട്ട് xn. The problem is to optimize the system with respect to the given output x0. It would be convenient to reverse the direction. നമുക്ക് xn തന്നിട്ട് x0 കണ്ടുപിടിക്കാൻ പറയുമ്പോഴാണ് നമ്മൾ ബാക്ക്വേർഡ് റിക്കർഷൻ യൂസ് ചെയ്യുക. നേരെ തിരിച്ച് നമുക്ക് x0 ആണ് തന്നിരിക്കുക, അതുപയോഗിച്ച് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ നേരെ തിരിക്കും. ബാക്ക്വേർഡ് റിക്കർഷൻ മാറി അവിടെ നമുക്ക് ഫോർവേഡ് റിക്കർഷൻ യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? x0 കൊടുക്കുക, u1 എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിൾ കൊടുത്തു കഴിയുമ്പോൾ t1 എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ വഴി അവിടെ നമുക്ക് x1 കിട്ടും. കറസ്പോണ്ടിങ് റിട്ടേൺ ഫംഗ്ഷൻ അവിടെ f1 ആയിരിക്കും. വീണ്ടും x1 കൊടുത്തു, u2 എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളും t2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് അവിടെ നമുക്ക് ഔട്ട്പുട്ട് x2 കിട്ടും. റിട്ടേൺ ഫംഗ്ഷൻ f2 ആയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി xj കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസിഷൻ വേരിയബിൾ uj+1ഉം tj+1 എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് xj+1ഉം റിട്ടേൺ ഫംഗ്ഷൻ fj+1 ആണ്, എക്സെട്ര. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ x-1 കൊടുത്ത് വിത്ത് u1 ഡിസിഷൻ വേരിയബിൾ ആൻഡ് യൂസിങ് ദ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ tn ദ ഔട്ട്പുട്ട് വിൽ ബി xn ആൻഡ് ദ റിട്ടേൺ ഫംഗ്ഷൻ fn. ഈ രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ x0 നിന്ന് xn-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫോർവേഡ് റിക്കർഷൻ ആണ്. അതായത് തിരിച്ച് xn-ൽ നിന്നും x0-ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബാക്ക്വേർഡ് റിക്കർഷൻ ആണ്. ഓക്കെ, ദെൻ ക്ലിയർലി ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ ഫിഗറുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം x1 ഈസ് എ ഫങ്ഷൻ t1 ഓഫ് x0 ആൻഡ് u1. അതാണ് ഇവിടെ കിടക്കുക. x1 ഈസ് ഈക്വൽ ടു t1 ഓഫ് x0 u1 ആൻഡ് x2 ഈസ് ഈക്വൽ ടു t2 ഓഫ് x1 u2. ഓക്കെ, എക്സെട്ര xj. ഇവിടെ j+1 എന്നുള്ള കേസാണ്. അത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് പറയുവാണെങ്കിൽ xj എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഈസ് എ ഫങ്ഷൻ ഓഫ് അവിടെ എന്ത് വരും? xj-1 ആൻഡ് uj. അങ്ങനെ കണക്ട് ചെയ്ത് വന്നോളൂ. ഫോർ j ഈക്വൽ ടു 1 to etc n, ദാറ്റ് ഈസ് xj ഈസ് ഈക്വൽ ടു a function tj of xj-1 uj is a state transformation function in this case, and the stage return functions are expressed as a function of the stage output then proceeds from stage n to stage 1. This procedure is called the forward recursion. Okay, and let phi be the return function. അങ്ങനെയാണെങ്കിൽ ഫൈനെ എങ്ങനെ എഴുതാം? fn composition, fn-1 composition, etc composition f1. define fj of xjക്ക് പകരം ഇവിടെ നമ്മൾ xj-1 കൊടുത്തിട്ട് xj ഒബ്റ്റെയിൻ ചെയ്യാൻ പോവാം. അപ്പോൾ fj ഓഫ് xj-1 ഇസ് ഈക്വൽ ടു മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമൈസേഷൻ, മാക്സിമൈസേഷൻ ആണെങ്കിൽ മാക്സിമൈസേഷൻ. ഇവിടെ നമ്മൾ മിനിമൈസേഷൻ മിനിമം ഓഫ് u1 un-1 എക്സെട്ര uj fj കൊടുത്തുകൊണ്ട് uj ഓഫ് fn കോമ്പോസിഷൻ, fn-1 കോമ്പോസിഷൻ എക്സെട്ര fj എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ചിട്ട് f1 ഓഫ് x0 ജെക്ക് പകരം 1 വന്നു, ജെക്ക് പകരം 1 വരുന്ന കേസ് f1 ഓഫ് x0 ഈക്വൽ ടു എന്ത് വരും? മിനിമം ഓഫ് un-1 എക്സെട്ര അപ് ടു u1 fn കോമ്പോസിഷൻ, fn-1 കോമ്പോസിഷൻ എക്സെട്ര അപ് ടു f1. അതിനെയാണ് നമ്മൾ മിനിമം ഫൈ എന്ന് ഇവിടെ വിളിച്ചിരുന്നത്. ഓക്കെ,
വീണ്ടും എഫ് ജെ ഓഫ് എക്സ് ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു മിനിമം റിക്കേഴ്സീവ് ഫോർമുലയിലേക്ക് കൊണ്ടുവരിക. മിനിമം ഓഫ് യു വൺ യു എൻ മൈനസ് വൺ എക്സെട്ര യു ജെ പ്ലസ് വൺ യു ജെ എഫ് എൻ കോമ്പോസിഷൻ എഫ് എൻ മൈനസ് വൺ കോമ്പോസിഷൻ എക്സെട്ര കോമ്പോസിഷൻ എഫ് ജെ പ്ലസ് വൺ കോമ്പോസിഷൻ എഫ് ജെ ദാറ്റ് ഇസ് ഈക്വൽ ടു റിക്കേഴ്സീവ് ഫോർമുല ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എഫ് ജെനെ മാറ്റി നിർത്തണം. സോ മിനിമം ഓവർ യു ജെ എഫ് ജെ എടുക്കുമ്പോൾ എങ്ങനെ വരും? മിനിമം ഓവർ യു ജെ എഫ് ജെ കോമ്പോസിഷൻ minimum over un minus 1 etc. uj plus 1 fn composition etc. composition fj plus 1 that is equal to min over uj fj composition capital fj plus 1 of xj for j is equal to 1 to etc. n minus 1 and finally ഇവിടെ നമ്മൾ നേരത്തെ fn of x naught എന്നായിരുന്നു ബാക്ക്വേർഡ് റിക്കേർഷൻ എഴുതിയെങ്കിൽ ഇവിടെ ഫോർവേഡ് റിക്കേർഷൻ വരുമ്പോൾ എങ്ങനെ എഴുതും? fn of xn minus 1 equal to min over un fn that is small f സഫിക്സ് ക്യാപിറ്റൽ എൻ. ഇങ്ങനെയാണ് നമ്മുടെ ഫോർവേഡ് റിക്കേർഷനിൽ ഫോർമുല വരിക. ഓക്കെ, ദെൻ ഇത് ഉപയോഗിച്ചുള്ളൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിനിമൈസ് u1 square plus u2 square plus u3 square subject to u1 plus u2 plus u3 greater than or equal to 10, u1 u2 u3 greater than or equal to 0 by forward recursion. ഫോർമുല നമുക്കറിയാം. The forward recursion formula is capital Fn of xn minus 1 is equal to small fn ആണ്. Small fn and okay, small fn then capital fj of xj minus 1 is equal to min over uj small fj composition fj plus 1 of xj for j equal to 1 to etc. up to n minus 1. ഇവിടെ മിനിമം ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ f1 f2 f3 ഉള്ളൂ. സോ n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. f1 of u1 u1 സ്ക്വയർ f2 of u2 u2 സ്ക്വയർ f3 of u3 u3 സ്ക്വയർ. ഡിഫൈൻ ദ സ്റ്റേറ്റ് വേരിയബിൾസ് as ഫോളോസ്. ഫോർവേഡ് റിക്കേർഷനിൽ നമ്മൾ നേരെ തിരിച്ചാണ് പോവുക, എക്സ് നോട്ടിൽ നിന്നും എക്സ് എന്നിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ എല്ലാ പ്രോബ്ലത്തിൽ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എക്സ് നോട്ടിന് നമ്മൾ വെറുതെ 0 ആയിട്ട് എടുത്തു. എക്സ് വണ്ണിനെ എങ്ങനെ എടുക്കുക? എക്സ് നോട്ട് പ്ലസ് u1 എന്ന് പറഞ്ഞാൽ ആര് തന്നെ? u1. എക്സ് ടു ആരാ? u1 plus u2 that is തൊട്ട് മുന്നതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ x1 plus u2 and x3 equal to u1 plus u2 plus u3 that is equal to x2 plus u3 and by the given condition ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നും കിട്ടി. വി ഹാവ് ടു ഫൈൻഡ് ക്യാപിറ്റൽ f1 of x naught that is minimum z. അപ്പോൾ നമ്മൾ ആദ്യമേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നേരത്തെ പറയുന്ന അനുസരിച്ചിട്ട് fn of xn minus 1 ൽ, അതായത് ക്യാപിറ്റൽ f3 of x2 എന്ന് പറഞ്ഞാൽ ആരാ? സ്മോൾ fn ആണ്. ദാറ്റ് ഈസ് f3 ആണ്. ദാറ്റ് ഈസ് ഇവിടെ ആ ഫംഗ്ഷൻ ആരാണ്? u3 സ്ക്വയർ ആണ്. ദെൻ അടുത്തത് ഏതായിരിക്കും? f2 of x1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ റിക്കർഷൻ ഫോർമുല അനുസരിച്ച് എന്ത് വരും? മിൻ ഓവർ u2 സ്മോൾ f2 കോമ്പോസിഷൻ ക്യാപിറ്റൽ f3 of x2 ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2 സ്മോൾ f2 എന്ന് പറഞ്ഞാൽ u2 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ f3 of x2 എന്ന് പറഞ്ഞാൽ ആരാ? u3 സ്ക്വയർ ആണ്. അതും എഴുതി. ഓക്കെ, ഇനി ഇവിടെ മിനിമം ഓവർ u2 എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ u3യെ നമ്മൾ ഏതിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം? u2ൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ഒന്ന് അറേഞ്ച് ചെയ്തെങ്കിലേ നമുക്ക് ആ u2ൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2 സ്ക്വയർ പ്ലസ് ആദ്യമേ u3 എന്നുള്ളതിനെ എങ്ങനെ എഴുതി? x3 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. പക്ഷെ ഇവിടെ ആരായിട്ടില്ല? u2 ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2 സ്ക്വയർ പ്ലസ് x3 മൈനസ് x2നെ നമുക്ക് ആരുടെ ടേംസിൽ എഴുതാം? u2ൻ്റെ ടേംസിൽ എഴുതാം. സോ അത് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് x1 പ്ലസ് u2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2 സ്ക്വയർ. ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണ്. u2 ഉള്ള ടേം മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളത്. അപ്പോൾ ഇതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്താൽ x3 മൈനസ് x1 മൈനസ് u2 എന്ന് കൊടുത്തു ദ ഹോൾ സ്ക്വയർ. ഇനി അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, അറേഞ്ച് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2 സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ മൈനസ് 2u2 ഇൻറ്റു x3 മൈനസ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓവർ u2
അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു u2² ഇവിടെ ഒരു u2². സോ 2u2² മൈനസ് 2u2 ഇൻറ്റു x3 മൈനസ് x1. പിന്നെ ഇവിടെ ആരുണ്ട് പ്ലസ് x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ F2 ഓഫ് x1 കിട്ടി. ദെൻ ഇവിടെ പ്രത്യേകിച്ച് ഇൻറ്റിജർ സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ക്ലാസിക്കൽ മെത്തേഡ് വഴി ബൈ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് കാൽക്കുലസ് ദ ഫംഗ്ഷൻ ഈസ് മിനിമം വെൻ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഇവിടുന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ 4u2 മൈനസ് 2 ഇൻറ്റു x3 മൈനസ് x1 ഈക്വൽ ടു 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അത് ഇതേ ഉള്ളൂ 4 ഉള്ളൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ അവിടെ കിട്ടുന്ന വാല്യൂ എന്തായാലും മിനിമം ആയിരിക്കും. ഇനി ഇവിടുന്ന് u2ൻ്റെ വാല്യൂ നേരെ നമ്മൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇവിടെ ഈ 4ഉം 2ഉം ക്യാൻസലായി പോയിട്ടൊരു 2 വരും. പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ വാല്യൂ എന്താണ് x3 മൈനസ് x1 ബൈ 2 ആണ്. സോ ക്യാപിറ്റൽ F2 ഓഫ് x1 ഇസ് ഈക്വൽ ടു ഇവിടെ u2ന് പകരം x3 മൈനസ് x1 ബൈ 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ 2 ഇൻറ്റു 2/4 ഇൻറ്റു x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു u2 എന്നുള്ളതിന് പകരം x3 മൈനസ് x1 ബൈ 2 കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ 2 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2ഉം പിന്നെ ഇതിനകത്ത് വരുന്ന ഈ 2ഉം ക്യാൻസലായിപ്പോയി. പിന്നെ ഉള്ളതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു x3 മൈനസ് x1 ഉണ്ട്, വീണ്ടും ഇവിടെ ഒരു x3 മൈനസ് x1 ഉണ്ട്, പ്ലസ് ലാസ്റ്റ് ടൈമിൽ x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. വീണ്ടും അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആൻസർ എന്ത് വന്നോളും x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇനി ഫൈനലി ക്യാപിറ്റൽ F1 ഓഫ് x0 ആൻഡ് ബൈ റിക്കർഷൻ ഫോർമുല വിച്ച് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1 സ്മോൾ f1 കോമ്പോസിഷൻ ക്യാപിറ്റൽ F2 ഓഫ് x1 ദാറ്റ് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1 f1 എന്ന് പറഞ്ഞാൽ u1 സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ F2 ഓഫ് x1 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് x3 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1 സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം, ഈ കിടക്കുന്നതിനെ നമുക്ക് u1ൻ്റെ ടേംസിലേക്ക് മാറ്റണം. സോ x3 മൈനസ് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് അവിടെ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട് u1 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കുക, x1 എന്ന് പറയുന്നത് x0 പ്ലസ് u1 ആണ്. സോ x1 എന്നുള്ളതിന് പകരം x0 പ്ലസ് u1 നമുക്ക് കൊടുക്കാം. ഓക്കെ, അവിടെ x0ൻ്റെ വാല്യൂ 0 ആണ്. ആ രീതിയിൽ നമുക്ക് ചെയ്തു പോകാം കേട്ടോ, ഡയറക്റ്റായിട്ട് ചെയ്തു പോകാം. പക്ഷേ ഇതിനകത്ത് ഓൾറെഡി അങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ x1 പകരം x0 പ്ലസ് u1 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1 സ്ക്വയർ. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ x3 മൈനസ് x0 മൈനസ് u1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1 സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x3 മൈനസ് x0 ദ ഹോൾ സ്ക്വയർ പ്ലസ് u1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു x3 മൈനസ് x0 ഇൻറ്റു u1 ബൈ 2. അഗെയിൻ ദാറ്റ് ഇസ് ഈക്വൽ ടു മിൻ ഓവർ u1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു u1 സ്ക്വയർ പ്ലസ് u1 സ്ക്വയർ ബൈ 2 ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3u1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു x3 മൈനസ് x0 ഇൻറ്റു u1 പ്ലസ് x3 മൈനസ് x0 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ബൈ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ നേരെ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ് 6 എന്ന്. നിങ്ങളത് ചെയ്യുമ്പോൾ ചെയ്തു തന്നെ നോക്കുക കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്ത് വരും, 6u1 മൈനസ് 2 ഇൻറ്റു x3 മൈനസ് x0 ബൈ 2 ഈക്വൽ ടു 0 എന്നാണ്. ആ ബൈ 2 എന്നുള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പൊക്കോളും. ഇനി ഇവിടെ നിന്ന് തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ അതെന്ത് കിട്ടിക്കോളും, 6 കിട്ടുവാൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. അത് നമുക്കറിയാം. സോ അവിടെ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ u1ൻ്റെ വാല്യൂ എന്ത് കിട്ടും, അറേഞ്ച് ചെയ്യുമ്പോൾ u1 എന്ന് പറയുന്നത് x3 മൈനസ് x0 ബൈ 3 എന്ന് കിട്ടി. സോ ക്യാപിറ്റൽ F1 ഓഫ് x0ൻ്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ x3 മൈനസ് x0 ഹോൾ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. സോ മിനിമം z ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ F1 ഓഫ് x0 ഇസ് ഈക്വൽ ടു x3 മൈനസ് x0 ബൈ 3 ഈക്വൽ ടു x3ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 മിനിമം വാല്യൂ ആണ്. സോ മിനിമം വാല്യൂ ആയി 10 കൊടുത്തു. മൈനസ് x0ൻ്റെ വാല്യൂ 0 ആണ്. സോ 10 സ്ക്വയർ ബൈ 3 ദാറ്റ് ഈസ് 100 ബൈ 3 എന്ന് കിട്ടും. സോ ഹിയർ x3 ഈക്വൽ ടു 10. പിന്നെ കറസ്പോണ്ടിങ് യൂജേഴ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. അപ്പം u1 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് x3 മൈനസ് x0 ബൈ 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ബൈ 3. ദെൻ u2 എന്ന് പറയുന്നത് എന്ത് വരും, x3 മൈനസ് x1 ബൈ 2 എന്നാണ്. ഓക്കെ,
x1 u1 എന്നായതുകൊണ്ട് x1ൻ്റെ വാല്യൂ 10/3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് x1 പകരം 10/3/2 അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 10/3 എന്ന് കിട്ടും. ആൻഡ് x2 എന്ന് പറയുന്നത് x1 പ്ലസ് u2 ആണ്. x1 എന്ന് പറയുന്നത് 10/3 കിട്ടിയിട്ടുണ്ട്. ആൻഡ് u2 എന്ന് പറയുന്നത് ഇവിടെ എഗെയിൻ 10/3 കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20/3 എന്ന് കിട്ടും. എഗെയിൻ u3 ഈക്വൽ ടു x3 മൈനസ് x2 ആണ്. സോ 10 മൈനസ് x2ൻ്റെ വാല്യൂ 20/3 ഈക്വൽ ടു 10/3 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് u1 u2 u3 ആവശ്യമുള്ളൂ. പക്ഷെ അത് ഓരോന്നും കണ്ടുപിടിക്കണമെങ്കിൽ x1 x2 x3യുടെ വാല്യൂ അത് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ആൻഡ് ദ ഫൈനൽ സൊല്യൂഷൻ ഈസ് മിനിമം z is equal to 100/3 at u1 equal to u2 equal to u3 equal to 10/3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ. ഓക്കെ, ആ പ്രോബ്ലം ബാക്ക്വേർഡ് റിക്കർഷൻ മാറി ഫോർവേഡ് റിക്കർഷൻ രീതിയിലുള്ളൊരു പ്രോബ്ലമാണ്. അത് ചെയ്തു. ഇനി ഇതുവരെ ഡിസ്കസ് ചെയ്തതിലെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കൂടെ ഒരേ ഒരു കൺസ്ട്രെയിൻ്റ് ആയിരുന്നു. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് മോർ ദാൻ വൺ കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആ ടൈപ്പ് ഒരു പ്രോബ്ലമാണ് ചെയ്യുക. ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഇൻഡിജർ സൊല്യൂഷൻ കിട്ടുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ടാബുലേഷൻ യൂസ് ചെയ്യണം. പിന്നെ 2 കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ ടേബിൾ വരുന്നത് ഞാൻ വേറെ ക്ലാസ് ഇടാം. ഇപ്പോൾ അതിന് ബേസിക്കായിട്ട് ആ ടേബിളിലേക്ക് എത്തുന്നതിന് മുന്നേ വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ സിസ്റ്റംസ് വിത്ത് മോർ ദാൻ വൺ കൺസ്ട്രെയിൻറ്റ്. Note: dynamic programming can be applied to problems involving many constraints. In a single constraint problem, there has to be one state variable for each stage. In multi-constraint problem, there has to be more than one state variable or constraint per stage. As a rule, more the constraints, more the state variables and more complicated the state transformation function. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം നമ്മൾ കൺസ്ട്രെയിൻറ്റിൽ നിന്നായിരുന്നു സ്റ്റേറ്റ് വേരിയബിൾസ് ഫോം ചെയ്തത്. അപ്പം കൺസ്ട്രെയിൻറ്റ് കൂടുന്നതനുസരിച്ച് സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ എണ്ണവും കൂടും. അവിടെ നിന്ന് ഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷനും മാറ്റം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും പ്രോബ്ലം. പക്ഷേ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് ലോജിക്കൽ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അവിടെ വരുമ്പോൾ ബാക്കി പറയാം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടാബുലേഷൻ സ്കീം എന്നുള്ളതിന് വേറെ ക്ലാസ് എടുക്കാം. ഇപ്പോൾ പ്രോബ്ലത്തെക്കുറിച്ച് നമുക്കൊന്നുകൂടി നോക്കാം. ഓക്കെ, ഇവിടെ പ്രോബ്ലം എന്താ പറയുക? മാക്സിമൈസ് u1² + u2² + u3² സബ്ജക്റ്റ് ടു u1 × u3 < 6 1 കൺസ്ട്രെയിൻ്റ് ആയി. ഇത് സെപ്പറബിൾ അഡിറ്റീവ് റിട്ടേൺ ഫംഗ്ഷനാണ്. ഒരു കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ് ആൻഡ് എഗെയിൻ അനദർ കൺസ്ട്രെയിൻറ്റ് u1 + u2 + u3 < 6 ആൻഡ് u1 × u3 > 0 ആർ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇവിടെ 2 കൺസ്ട്രെയിൻ്റ് ഉണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വരുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും സ്റ്റേറ്റ് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് ബാക്കി പ്രോബ്ലം സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ വരിക. പിന്നെ റിക്കേഴ്സീവ് ഫോർമുല വഴി നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എങ്ങനെ പോവാം? അപ്പോൾ ദ റിക്കേഴ്സീവ് ഫോർമുല ഈസ് നമ്മളിവിടെ ബാക്ക്വേർഡ് റിക്കേർഷൻ തന്നെയാണ് ചെയ്യുക. സ്മോൾ ക്യാപിറ്റൽ f1 of x1 equal to f1 of u1, ക്യാപിറ്റൽ fj of xj is equal to max over uj, സ്മോൾ fj of uj plus ക്യാപിറ്റൽ fj minus 1 of xj minus 1. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്കേഴ്സീവ് ഫോർമുല പറഞ്ഞു. നൗ ഇവിടെ f1 of u1 എന്ന് പറയുന്ന u1², f2 of u2 എന്ന് പറയുന്ന u2², f3 of u3 എന്ന് പറയുന്ന u3². നൗ the state variables are as follows. For the multiplicative constraint u1, u2, u3 < 6, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുക. x3 = u1 × u2 × u3 < 6, x2 = u1 u2 that is equal to x3/u3, x1 = u1 = x2/u2. അതുപോലെ തന്നെ അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടും സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യുക. For u1 + u2 + u3 < 6, u3 = u1 + u2 + u3 that is < 6 and y2 =
u1 plus u2 that is equal to y3 minus x3, sorry y3 minus u3, and y1 equal to u1 equal to y2 minus u2. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് നമുക്ക് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷനും ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഇവിടെ നിന്നുള്ള സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ, ദെൻ ദ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻസ് ആർ, ഇവിടെ നിന്ന് എന്ത് പറയാം, എക്സ് ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ, ആൻഡ് ഇവിടെ നിന്ന് എന്ത് പറയാം, വൈ ജെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ ജെ മൈനസ് യു ജെ. ഹിയർ ദർ ആർ 2 സ്റ്റേറ്റ് വേരിയബിൾസ് കറസ്പോണ്ടിങ് ടു ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. സോ ദ റിക്കേഴ്സീവ് ഫോർമുല ഈസ്, ഈ 2 വേരിയബിൾസിനെയും കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് റിക്കേഴ്സീവ് ഫോർമുല എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ റിക്കേഴ്സീവ് ഫോർമുലയ്ക്ക് നമ്മൾ അതനുസരിച്ച് ചെറിയ ചേഞ്ച് കൊടുത്തു. ക്യാപിറ്റൽ F1 ഓഫ് x1 പകരം x1 y1 ആക്കി. ക്യാപിറ്റൽ F1 ഓഫ് x1 y1 ഈക്വൽ ടു F1 ഓഫ് u1, and capital Fg of xj by j is equal to max over uj small fj of uj plus capital Fj minus 1 of xj minus 1 by j minus 1, and which is so where j is equal to 2 3 2 stage ullu. Okay, here we have to find capital F3 of x3 y3 കണ്ടുപിടിക്കണം. Okay, now the possible values of uj's are 1 2 3. അത് ആദ്യമേ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ u1 u2 u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ്, അത് ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. u1 പ്ലസ് u2 പ്ലസ് u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ആ ഒരു കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഇതിൻ്റെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യുജസ് ഒന്നും എന്താവാൻ പാടില്ല, മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റിൻ്റെ കേസിൽ ഈ പറയുന്ന യുജസ് ഒന്നും 0 ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ഓരോ യുജയും 0 ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ 1 ആയിരിക്കണം. അങ്ങനെ 1 കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓരോന്നും 1 കൊടുക്കുക. ഓക്കെ, സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് യുജസ് ആർ, അവിടെ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. മിനിമം വാല്യൂ അവിടെ 1 കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിലേതെങ്കിലും ഈ യുജേൻ്റെ വാല്യൂ 6 ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 1 2 0 1 2 എക്സെട്ര അപ് ടു 6 വരാം. 2 കേസ് കൂടെ നോക്കുവാണെങ്കിൽ, അഡിറ്റീവ് കൺസ്ട്രെയിൻ്റെ കേസിൽ വരുവാണെങ്കിൽ 0 to 6 വരാം. പക്ഷെ നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ് വരുമ്പോൾ അവിടെ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 0 എക്സ്ക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 എക്സ്ക്ലൂഡ് ചെയ്തെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ, 1 2 എക്സെട്ര 6 പറ്റുള്ളൂ. ഇനി അതവിടെ അറിയാം, ഇതിലേതെങ്കിലും ഒരു u 6 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ടും എന്താവണം, 0 ആവണം. അപ്പോൾ നമുക്ക് 6 എന്നുള്ള പോസിബിലിറ്റിയും അവിടെ നിന്ന് കട്ട് ചെയ്യാം. പിന്നെ ഏതേ ഉള്ളൂ, 1 2 എക്സെട്ര 5 ഉള്ളൂ. ഇനി വീണ്ടും നോക്കുവാണ്, അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ 5 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ബാക്കി 2 എണ്ണം 0 ആവണം. അങ്ങനെ 0 ആവാൻ പറ്റുമോ, ഇല്ല. കാരണം യുജ വാല്യൂസ് ഒന്നും ഈ കൺസ്ട്രെയിൻറ്റ്, മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റെ കേസിൽ നമുക്കറിയാം 0 ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, 5 പറ്റില്ല. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് യുജസ് ആർ ഏതേ ഉള്ളൂ, 1 2 3 4 ഉള്ളൂ. ആൻഡ് സിൻസ് x1 ഈക്വൽ ടു u1 എന്ന് നമുക്കിവിടെ അറിയാം, x1 ഈക്വൽ ടു u1 ആണ്. അഗെയിൻ y1 ഈക്വൽ ടു u1 ആണ്. സോ x1 ഈക്വൽ ടു u1 ഈക്വൽ ടു y1 ആയതുകൊണ്ട് ദ പോസിബിൾ വാല്യൂസ് ഓഫ് x1 ആൻഡ് y1 ആർ, y1 varies from 1 2 3 4 and x1 varies from 1 2 3 4 ആണ് കിട്ടും. ഓക്കെ, വീണ്ടും നൗ x3 എന്നുള്ളതിനെ എങ്ങനെ എടുത്തിട്ടുണ്ട്, u1 u2 u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, ദ പോസിബിൾ വാല്യൂസ് ഓഫ് x3 ആർ 1 2 3 4 5 6 and y3 ഈക്വൽ ടു u1 പ്ലസ് u2 പ്ലസ് u3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് y3 ആർ, നമ്മൾ ഈ മിനിമം വാല്യൂ ഓരോന്നിൻ്റെയും മിനിമം വാല്യൂ മിനിമം 1 വേണമെന്നറിയാം. ആ 1 കൊടുത്തു കഴിയുമ്പോൾ ഓരോന്നിനും മിനിമം 1 കൊടുത്തു കഴിയുമ്പോൾ 3 മുതൽ 3 to 6 വരും. 3 4 5 6 സിൻസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് യുജസ് ആർ 1. നൗ x2 ഈക്വൽ ടു x3 ബൈ y3. ദ പോസിബിൾ വാല്യൂസ് ഓഫ് x2 ആർ എന്ത് കൊടുക്കും, x3 ബൈ y3 എന്നാണ്. സോ ഇവിടെ നമുക്ക് ഏത് കൊടുക്കാം, പോസിബിൾ വാല്യൂസ് ഇതിലെല്ലാ കേസും ഒന്നും നമുക്ക് കിട്ടത്തില്ല, പക്ഷെ ജനറൽ കേസിൽ 1 to 6 കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് y2 ഈക്വൽ ടു y3 മൈനസ് u3 ആണ്. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് y2 ആർ 2 3 4 5 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ശരിക്കും പോസിബിൾ വാല്യൂസ് ഇതിൻ്റെ ഈ പറയുന്ന 1 to 6 എല്ലാ വാല്യൂ ഒന്നും വന്നുന്നില്ല.
എന്നാലും പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്യുക, അതിന് കറക്റ്റ് വാല്യൂ ഒന്നും അവിടെ നമ്മൾ എടുക്കുന്നില്ല. ദെൻ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ, ആ ടേബിളോട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ജെ വൈ ജെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ജെൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3 4 നമ്മളിവിടെ എടുക്കണുള്ളൂ. ഇനി എക്സ് ജെൻ്റെ പോസിബിൾ വാല്യൂസും വൈ ജെൻ്റെ പോസിബിൾ വാല്യൂസും നമ്മൾ ജനറൽ കേസിൽ 1 to 6 കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, ഇനി അവിടെ നമുക്കറിയാം 2 സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഒന്ന് എക്സ് ജെ മൈനസ് 1 ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ, മറ്റൊന്ന് വൈ ജെ മൈനസ് 1 ഇസ് ഈക്വൽ ടു വൈ ജെ മൈനസ് യു ജെ. അപ്പോൾ ഇവിടെ ഓരോന്നും കൊടുത്തിരിക്കുന്നത്, ഈ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് എക്സ് ജെ മൈനസ് 1 കറസ്പോണ്ടിങ് ആയിട്ടും സെക്കൻഡ് ടേബിൾ എന്ന് പറയുന്നത് വൈ ജെ മൈനസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇത് എക്സ് ജെ മൈനസ് 1 ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ എന്ന്. അപ്പോൾ എന്ത് വരും? എക്സ് ജെ ബൈ യു ജെ 1 by 1 1, 2 by 1 2, 3 by 1 3, 4 by 1 4, 5 by 1 5, 6 by 1 6 എന്ന് കിട്ടി. ഫസ്റ്റ് ടേബിൾ കിട്ടി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈ ജെ മൈനസ് യു ജെ എന്ന്. അപ്പോൾ 1 മൈനസ് 1 0. പക്ഷേ ഇവിടെ യു ജെയുടെ വാല്യൂ എന്തല്ല, നമുക്ക് 0 എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡാഷ് കൊടുത്തു. പിന്നെ അടുത്തത് 2 മൈനസ് 1 1, 3 മൈനസ് 1 2, 4 മൈനസ് 1 3, 5 മൈനസ് 1 4, 6 മൈനസ് 1 5 അങ്ങനെ കൊടുത്തു. അടുത്തത് യു ടു 2 ആകുമ്പോഴോ ഇവിടെ ഫസ്റ്റ് കേസിൽ എന്ത് വരും? 1 by 2 ഇൻറ്റിജർ അല്ല ഡാഷ് വന്നു. 2 by 2 1, 3 by 2 ഇൻറ്റിജർ അല്ല ഡാഷ് വന്നു. 4 by 2 2, 5 by 2 ഇൻറ്റിജർ അല്ല ഡാഷ് വന്നു. 6 by 2 ഇൻറ്റിജർ 3. ഓക്കെ, അടുത്തത് ഏത് വരും? വൈ ജെ മൈനസ് യു ജെ എന്ന്. അപ്പോൾ 1 മൈനസ് 2 നെഗറ്റീവ് നമ്പർ ഡാഷ് വന്നു. 2 മൈനസ് 2 0, ഇവിടെ പോസിബിൾ അല്ല ഡാഷ് വന്നു. 3 മൈനസ് 2 1, 4 മൈനസ് 2 2, 5 മൈനസ് 2 3, 6 മൈനസ് 2 4 വന്നു. അടുത്ത കേസിൽ 1 by 3 ഇൻറ്റിജർ അല്ല, 2 by 3 ഇൻറ്റിജർ അല്ല, 3 by 3 1 അവിടെ വന്നു. 4 by 3 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 5 by 3 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 6 by 3 ഇൻറ്റിജർ 2 കൊടുത്തു. അടുത്ത കേസിൽ 1 മൈനസ് 3 നെഗറ്റീവ് നമ്പർ പറ്റില്ല. 2 മൈനസ് 3 നെഗറ്റീവ് നമ്പർ ഡാഷ് കൊടുത്തു. 3 മൈനസ് 3 0 പറ്റില്ല ഡാഷ് കൊടുത്തു. 4 മൈനസ് 3 1, 5 മൈനസ് 3 2, 6 മൈനസ് 3 3 എന്ന് കൊടുത്തു. then അടുത്ത ടേബിളിൽ 4 ആണ്. അപ്പോൾ എങ്ങനെ വരും? 1 മൈനസ് 1 by 4 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 2 by 4 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 3 by 4 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 4 by 4 1 ഇൻറ്റിജർ ആണ് 1 കൊടുത്തു. 5 by 4 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. 6 by 4 ഇൻറ്റിജർ അല്ല ഡാഷ് കൊടുത്തു. അടുത്തതിൽ 1 മൈനസ് 4 നെഗറ്റീവ്, 2 മൈനസ് 4 നെഗറ്റീവ്, 3 മൈനസ് 4 നെഗറ്റീവ്, 4 മൈനസ് 4 0, അഗെയിൻ ഡാഷ്, 5 മൈനസ് 4 1, 6 മൈനസ് 4 2. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിളും കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് റിക്കേഴ്സീവ് ഓപ്പറേഷനാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സായിട്ട് വീഡിയോ ഇടാം. ഇവിടം വരെയുള്ളത് നോക്കുക. ഈ ടേബിള് ശരിക്കും നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞ് നിർത്തുന്നേ ഉള്ളൂ. ഈ ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അതായത് യു ജെ 1 ആകുമ്പോൾ അവിടെ വരുന്ന പോസിബിൾ വാല്യൂസ് എക്സ് ജെ യു ജെൻ്റെ കളക്ഷനാണ്. യു ടു 2 ആകുമ്പോൾ എക്സ് ജെസിൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3യും വൈ ജെസിൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3 4 വരാകുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ യു ജെൻ്റെ വാല്യൂ 3 ആകുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ജെസിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. വൈ ജെസിൻ്റെ പോസിബിൾ വാല്യൂസ് 1 2 3 ആണ്. അപ്പോൾ പോസിബിൾ വാല്യൂസിൻ്റെ കളക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ടേബിൾ അസ് എ ഹോൾ നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലത്തെ പോലെ അസ് എ ഹോൾ ഇവിടെ നമ്മൾ റിക്കേഴ്സീവ് ഫോർമുല ഉപയോഗിച്ച് ടാബുലേഷൻ സ്കീമിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിലും പക്ഷേ ഈ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര നിർത്തുക. ബാക്കി ഈ പ്രോബ്ലത്തിൻ്റെ ബാക്കി സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ.